ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. NIS ഇംഗ്ലീഷിൻ്റെ ഏകദേശം 6ഓളം ചാപ്റ്റേഴ്സ് നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നോട്ട്സൊക്കെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തായി പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. 7ാമത്തെ പാഠഭാഗത്ത് പ്രധാനമായും നമ്മൾ പഠിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ നേരിടുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒരു പ്രധാനമായ ഒരു വിഷയമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് എന്ന വാക്കിൻ്റെ അർത്ഥം സമ്മർദ്ദം എന്നാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രധാനമായും വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പരീക്ഷയ്ക്ക് മുമ്പുള്ള മാനസിക പിരിമുറുക്കങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളും. പക്ഷേ ഈ മാനസിക സമ്മർദ്ദം നമ്മൾ വിദ്യാർത്ഥികൾ മാത്രമല്ല അനുഭവിക്കുന്നത്. അവരോടൊപ്പം തന്നെ ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾക്കും ഈ പറയുന്ന സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. നമുക്കിന്ന് കാലഘട്ടത്തിൽ പലരെയും കാണുവാൻ സാധിക്കും. പല മാതാപിതാക്കൾ കുട്ടികളിൽ പലതും അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അവർക്ക് താല്പര്യമില്ലാത്ത കോഴ്സുകൾ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരെ അതിലേക്കെല്ലാം നിർമ്മിച്ച് വിടുകയും ഇഷ്ടമില്ലാത്തതൊക്കെ പഠിപ്പിച്ച് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്യിച്ച് അവരെ വെറും പാവകളായി മാറ്റുന്ന കുറേയധികം മാതാപിതാക്കളെ നമുക്കിന്ന് ഈ ആധുനിക സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. അവരുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കിയും അവരുടെ അഭിരുചികൾ മനസ്സിലാക്കിയും ഇന്നത്തെ മാതാപിതാക്കൾ അവരെ വളർത്തുവാൻ ശ്രമിക്കുന്നില്ല. അധ്യാപകരും അവരോടൊപ്പം തന്നെ നിൽക്കുന്നു. മാതാപിതാക്കളോടൊപ്പം ചേർന്ന് വലിയ വലിയ ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും അല്ലെങ്കിൽ ഹൈ സാലറി ഉള്ള ജോലികൾ കിട്ടുവാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം നൽകുകയും അതിനെ അടിച്ചേൽപ്പിക്കുകയും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരെ ആവശ്യമില്ലാത്ത കോഴ്സുകളിലേക്കെല്ലാം തള്ളിവിട്ട് അവരുടെ ഭാവി നശിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും അവരുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്കിന്ന് അവരുടെ ലൈഫിൽ കിട്ടുന്നില്ല. കൂട്ടുകാരോടൊപ്പമുള്ള സമയം ചെലവഴിക്കൽ, അതോടൊപ്പം തന്നെ സ്കൂളുകളിലെ ഗെയിംസിൽ പങ്കെടുക്കുക, കളിക്കുക, കൂട്ടുകാരുമൊത്തമായി സംസാരിച്ച് സമയം ചെലവഴിക്കുക. ഇതൊന്നും ഇന്നത്തെ ആധുനിക സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല. കുട്ടികൾക്ക് തങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ പങ്കുവെക്കുവാനും തങ്ങളുടെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുവാനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ പങ്കുവെക്കുവാനും എന്നൊരു അവസരം ആധുനിക സമൂഹം നൽകുന്നില്ല. അവസ്ഥയിലൂടെ എല്ലാം കടന്നുപോയി മാനസിക സമ്മർദ്ദം വെല്ലുവിളിയായി ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് മാറിയിരിക്കുകയാണ്. ഓരോ കുട്ടികളും ഇന്ന് വളരെയധികം സ്ട്രെസ് അനുഭവിച്ചാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അത് വീട്ടുകാരിൽ നിന്നുള്ള സ്ട്രെസ്, അതോടൊപ്പം തന്നെ അധ്യാപകർ, അതോടൊപ്പം തന്നെ സൊസൈറ്റി, ഇവരിൽ നിന്നെല്ലാം വളരെയധികം സ്ട്രെസ് ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ വേദനകളോ അവരുടെ സങ്കടങ്ങളോ ഒരു നിമിഷം കേൾക്കുവാനോ അതിന് ചെവി കൊടുക്കുവാനോ ഇന്നത്തെ മാതാപിതാക്കൾക്കും അതോടൊപ്പം തന്നെ അധ്യാപകർക്കും കഴിയുന്നില്ല. അതിനുള്ള സമയം അവർ നൽകുന്നില്ല. എപ്പോഴും പഠിക്ക് അല്ലെങ്കിൽ ഓരോ വർക്കുകൾ ചെയ്യൂ, ഫ്രീ ടൈം കിട്ടിയാൽ പോലും പുതിയ കാര്യങ്ങൾ പഠിക്കുക. പക്ഷേ അവർക്ക് ആ ഫ്രീ ടൈം കിട്ടുമ്പോൾ പോലും അവധി ദിവസങ്ങൾ കിട്ടിയാൽ പോലും പല പല കോച്ചിങ് സെൻറ്റേഴ്സിൽ പല പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോ മാതാപിതാക്കളും അവരെ വിടുന്നത്. അവർക്ക് കിട്ടേണ്ട ഒഴിവ് സമയം പോലും അവർക്കിന്ന് ലഭിക്കുന്നില്ല. വളരെയധികം സ്ട്രെസ്സും അതോടൊപ്പം തന്നെ അവരെ മാനസികമായി വളരെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഓരോ കുട്ടിയും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. ഇതെല്ലാം നയിക്കുന്നത് ഒരു ആത്മഹത്യ എന്ന് പറയുന്നൊരു വലിയ സംഭവത്തിലേക്കാണ് ഓരോ കുട്ടികളും ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും ഫേസ് ചെയ്യാനും ചെറിയ കാര്യങ്ങളിൽ പോലും വിഷമം പെട്ടെന്ന് വരുവാനും ഇന്നത്തെ കുട്ടികൾക്ക് ആവുന്നു. ചെറിയ കാര്യങ്ങൾ പോലും അവർക്കിന്ന് ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പരീക്ഷ നടത്തി അതിന് മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ പാസ്സായില്ല. അടുത്തതായിട്ട് അവർ കണ്ടെത്തുന്ന മാർഗം ആത്മഹത്യയാണ്. സ്വന്തം ജീവനെ നശിപ്പിക്കുക എന്നതാണ് അവർ പലരും ചിന്തിക്കുന്നത്. കാരണം അത്രമാത്രം അവരുടെ കഴിവുകളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവരുടെ ശക്തിയെ, ഉണർവിനെ എല്ലാം തടസ്സപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ മാതാപിതാക്കൾ, നമ്മുടെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെയുള്ള നമ്മുടെ സമൂഹം, നമ്മുടെ സിസ്റ്റം എല്ലാം അവരെ ആ രീതിയിലാക്കി കഴിഞ്ഞു. വിദ്യാഭ്യാസം നേടുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോലി നേടുക എന്ന് മാത്രമല്ല. പക്ഷേ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് അതിനെ നേരിടുവാനും അതിനെ തരണം ചെയ്യുവാനും മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി നിൽക്കുവാനും നല്ല മനുഷ്യനായി ജീവിക്കുക എന്നതും ആണ്.
ഓരോ കുട്ടികളെയും നല്ല മാനുഷിക മൂല്യങ്ങളുള്ള കുട്ടികളായി വളർത്തുവാൻ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും ശ്രമിക്കണം. ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ മാത്രം, അതായത് ഏറ്റവും മിടുക്കനായ കുട്ടിയെ മാത്രം ഒരു അധ്യാപകനോ അധ്യാപികയോ ശ്രദ്ധിക്കാതെ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കുവാനും ഒരുപോലെ കരുതുവാനും ഒരുപോലെ തൻ്റെ അറിവ് പറഞ്ഞു കൊടുക്കുവാനും ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ കഴിഞ്ഞിരിക്കണം. അവിടെയാണ് ഒരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെ വിജയം. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സുഹൃത്തായി മാറുവാനും ഒരു അധ്യാപകന് കഴിഞ്ഞിരിക്കണം. തങ്ങളുടെ വിഷമങ്ങൾ തങ്ങൾക്ക് തുറന്നു പറയുവാനും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും ഒരു അധ്യാപകന് കഴിഞ്ഞിരിക്കണം. ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് അതുപോലുള്ള അധ്യാപകരെയാണ്. തങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ മാതാപിതാക്കളോട് തുറന്നു പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അതുമൂലം അവർ വലിയ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാതിരിക്കാം. പക്ഷേ ഒരു അധ്യാപകനോ ഒരു അധ്യാപികയോ തങ്ങളെ ചേർത്ത് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുവാനും അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അധ്യാപനം എന്ന വലിയൊരു മഹത്വം നമുക്ക് അവിടെ ഉണ്ടാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികളിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ വളരെയധികം ഇവ സഹായകമാകുന്നതാണ്. അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നല്ല ഓർമ്മശക്തി, നല്ല ബുദ്ധി. ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. ഭക്ഷണത്തിലെ വിറ്റാമിൻ ഡി, ഓക്സിജൻ, ഗ്ലൂക്കോസ്, ഫോസ്ഫറസ്, അയൺ എന്നിവയുടെയും അളവ് ഓർമ്മശക്തിയെയും അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഉന്മേഷപ്പെടുത്തുവാൻ സഹായിക്കുന്നു. കൃത്യമായ അളവിൽ ഭക്ഷണത്തിൽ ഇവയൊക്കെ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് അനുകൂലമായ പോഷകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതിനാൽ നല്ലൊരു ഭക്ഷണശീലവും മിതത്വവുമൊക്കെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായമാകുന്നു. കൃത്യമായ രീതിയിലുള്ള ഇതുപോലുള്ള സമീപനങ്ങൾ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് സഹായമാകുന്നു. പക്ഷേ പലപ്പോഴും കൃത്യമല്ലാത്ത രീതിയിലുള്ള ഭക്ഷണത്തിനുള്ള സമീപനം പ്രതികൂലമായി പല വിദ്യാർത്ഥികളെയും ബാധിക്കുന്നുണ്ട്. മാനസിക പിരിമുറുക്കത്തിന് മറ്റൊരു കാരണമായി പറയുന്നത് അമിതമായ ആകാംക്ഷയും ഉത്കണ്ഠയുമാണ്. പരീക്ഷയോടുള്ള സമീപനത്തിലുണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠയും അമിതമായ ആകാംക്ഷയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അസന്തുലിതാവസ്ഥയ്ക്ക് പലപ്പോഴും കാരണമാകാറുണ്ട്. എന്നാൽ ഈ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും അമിതമായ ആശങ്കയും ഉത്കണ്ഠയും കുറയ്ക്കുവാനും ധാരാളം മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് വ്യായാമം, മസിൽ റിലാക്സിംഗ് എക്സസൈസ്, നടത്തം, ജോഗിംഗ്, നീന്തൽ മുതലായവ കൂടുതൽ ഉന്മേഷം നമ്മുടെ വിദ്യാർത്ഥികളിൽ നൽകുന്നു. അടുത്തതായി കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷ. പരീക്ഷ സമയത്തുള്ള ആ സ്ട്രെസ്സും ആ ടെൻഷനുമെല്ലാം കുറയ്ക്കുവാൻ നമ്മൾ അധ്യാപകരും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പരീക്ഷയെ പേടിയോടെ കാണാതെ അതിനെ എളുപ്പമായി കാണുവാനും എളുപ്പമായി എഴുതുവാനും അവരെ നമ്മൾ സഹായിക്കണം. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കുവാനും സംസാരിക്കുവാനും അവരോടൊപ്പം കളിതമാശകൾ പറയുവാനും എല്ലാം നമ്മൾ നമ്മുടെ മക്കളെ അനുവദിക്കണം, നമ്മുടെ വിദ്യാർത്ഥികളെ അനുവദിക്കണം. എന്നാൽ മാത്രമേ അവരുടെ ഉള്ളിലെ എന്തെങ്കിലും ഒരു മാനസികമായ സമ്മർദ്ദമുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നല്ല ശിക്ഷണത്തിലൂടെയും നല്ല നടപ്പിലൂടെയും നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു പുതുതലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഒപ്പം പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ചേർത്ത് വയ്ക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അവർക്ക് എന്തെങ്കിലും മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുവാൻ പറ്റുമെങ്കിൽ നമ്മൾ എപ്പോഴും അവരെ കരുതണം. അതുതന്നെ അവരോട് നമ്മൾ സ്നേഹം കാണിക്കുകയും ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടീച്ചേഴ്സുമായി ഷെയർ ചെയ്യുവാനും അതോടൊപ്പം തന്നെ ആ വിദ്യാർത്ഥിയുടെ ആ പ്രശ്നം പരിഹരിക്കുവാനും നമുക്ക് കഴിയും. നമ്മുടെ ഈ പാഠഭാഗത്ത് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കത്തെക്കുറിച്ചാണ് പഠിച്ചത്. പല രീതിയിൽ പല കാരണങ്ങളാൽ നമുക്ക് ഈ പറയുന്ന മാനസിക സമ്മർദ്ദം നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് കണ്ടുവരുന്നുണ്ട്. നമ്മളുടെ ഉത്തമ പരിശ്രമം ഈ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കുവാനും നമ്മുടെ കുട്ടികളെ കൂടുതലായി അവരെ ശാക്തീകരിക്കുവാനും നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു പാഠത്തിൻ്റെയും കൂടി നോട്ട്സ് ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നതാണ്.
എല്ലാവരും നോട്ട്സ് എഴുതുക. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു.